നമുക്ക് 28th ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെന്താ പറയുന്നതെന്നറിയോ? നമ്മൾ ഒരു എൻ സർഫസ് എടുക്കുകയാണ് Rn+1 എന്ന്. എസ് എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ Rn+1 ഒരു സബ്സെറ്റ് ആയിട്ടാണ് നമ്മുടെ എസ് വരിക. ഇനി നമ്മൾ ഈ എസ്സിലൊരു പോയിൻ്റ് പിയും വി എന്ന് പറയുന്നത് എസ് പിയിലും എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുത്തിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐ അവിടെ ഉണ്ടാവുമെന്നും, പിന്നെ ഇങ്ങനെ ഒരു ജിയോഡെസിക്സ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ ഉണ്ടാവുമെന്നും, ഇനി ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബീറ്റയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഈക്വൽ ആണെന്നും നമുക്ക് കാണിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് കാണിക്കാനുള്ളത്? ഒന്ന്, നമ്മൾ Rn+1 സബ്സെറ്റ് എസ് എടുക്കുന്നു, അതിലൊരു പോയിൻ്റ് പി എടുക്കുന്നു. ഇനി വി നമ്മൾ എസ് പി എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐ അവിടെ ഉണ്ടെന്നും, ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ജിയോഡെസിക്സ് ആൽഫ അവിടെ ഉണ്ടെന്നും, ഇനി ആൽഫയുടെ അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബീറ്റ എടുക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഈക്വൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? എക്സിസ്റ്റൻ്റ് ആൻഡ് യുണീക്നെസ് തിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സിസ്റ്റൻസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐ അവിടെ ഉണ്ടാവും നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ജിയോഡെസിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യുണീക്നെസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ആൽഫയെ പോലത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ബീറ്റ ജിയോഡെസിക്സ് ബീറ്റ എടുക്കുകയാണെങ്കിലും അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് യുണീക്നെസ് തിയറം നമുക്ക് എത്തിച്ചാൽ ഈ കാര്യം നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ജിയോഡെസിക്സ് അവിടെ എത്തുമെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ കാണിക്കുന്നത് അറിയാം? പാരാമെട്രൈസ്ഡ് കർവ് ഇതിന്ന് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. പാരാമെട്രൈസ്ഡ് കർവ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു? പാരാമെട്രൈസ്ഡ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ആൽഫയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്ന് Rn+1 പക്ഷേ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, ഇതിലുള്ള എല്ലാ എക്സൈകളും സ്മൂത്ത് ആയിരിക്കണം എന്ന്. അപ്പം നമുക്ക് ഇതിലുള്ള എല്ലാ എക്സൈകളും സ്മൂത്ത് ആണോ എന്ന് ആദ്യം കാണിക്കണം. അതിനെന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? നമ്മുടെ ഈ പി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, ഇത് Rn+1 സബ്സെറ്റ് അല്ലേ? അപ്പോൾ പിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P1 P2 എക്സെട്ര Pn+1 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതൊരു Rn+1 സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള വെക്ടർ ഫീൽഡ് സ്മൂത്ത് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്മൂത്ത് വെക്ടർ ഫീൽഡ് ഉണ്ടാവും. ഇനി എക്സിനെ ഞാൻ ക്യൂ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വെച്ചിട്ട് എഴുതാണെങ്കിൽ x(q) = qx(q) എന്ന് എഴുതാൻ പറ്റും ഡെഫിനിഷൻ വെച്ചിട്ട്. ഇനി x(q)നെ എനിക്ക് n+1 ടേംസ് ആയിട്ട് എഴുതിക്കൂടെ? ഇനി നോക്കിയേ, നമ്മുടെ എക്സ് എന്ന് പറയുന്നത്, എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഒരു എസ് എന്ന് പറഞ്ഞ സബ്സെറ്റിൽ നിന്ന് Rn+1 ആണല്ലോ. ഇത് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിരിക്കും, ഇത് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിരിക്കും. ഇത് സ്മൂത്താന്ന് പറയുമ്പോൾ ഓരോ എക്സൈകളും സ്മൂത്തായിരിക്കണം. അങ്ങനെ ഓരോ എക്സൈകളും സ്മൂത്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ പാരാമെട്രൈസ്ഡ് കർവിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാരാമെട്രൈസ്ഡ് കർവിൽ ഓരോ എക്സൈകളും സ്മൂത്താണെന്ന് കാണിക്കേണ്ടത്, അത് നമ്മൾ സ്മൂത്താണെന്ന് കാണിച്ചു. എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്മൂത്ത് വെക്ടർ ഫീൽഡ് എക്സിനെ എടുക്കുന്നു. x(q)നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇത് സ്മൂത്താണെന്ന് കിട്ടി, ഇത് സ്മൂത്താണെങ്കിൽ ഇത് സ്മൂത്തായിരിക്കും, ഇത് സ്മൂത്താണെന്നുണ്ടെങ്കിൽ ഓരോ എക്സൈകളും സ്മൂത്തായിരിക്കണം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ പാരാമെട്രൈസ്ഡ് കർവിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പാരാമെട്രൈസ്ഡ് കർവിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ ആൽഫ ഓഫ് ടീനെ നമുക്കിതാ x1 x2 എക്സെട്ര xn+1 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ ഓരോ എക്സൈകളും സ്മൂത്താണ് നമ്മളിപ്പോൾ കാണിച്ചു. ഇനി ഇതിൻ്റെ α.t കാണാം. α.t എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നോക്കിയേ, dx1 dt എന്താ? dx1 dt എനിക്ക് എങ്ങനെ എഴുതാം? x1 x2 എക്സെട്ര xn+1 എന്ന് എഴുതിക്കൂടെ? ഇനി x1 x2 എക്സെട്ര xn നമ്മൾ എന്താ ഡിനോട്ട് ചെയ്ത്? α(t) എന്നാണ്. അപ്പോൾ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് ഉണ്ട്. ഇതിനെങ്ങനെ എഴുതാം? x1 എന്ന് എഴുതാം. അപ്പോൾ dx1/dt എനിക്ക് എങ്ങനെ എഴുതാം? x1 അതേപോലെ dxn+1/dt നമുക്ക് എങ്ങനെ എഴുതാം? xn+1 എന്ന് എഴുതാം അല്ലേ? അതാണ് ഇവിടെ എഴുതി വെച്ചത്. dx1/dt = x1 dxn+1/dt എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളിതാ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി dx1/dt നമ്മൾ ഇതായിരിക്കും എഴുതുക, dxn+1/dt നമ്മൾ ഇതായിരിക്കും എഴുതുക. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. α.t നമുക്ക് എങ്ങനെ എഴുതാം? x(α)t എന്ന് എഴുതാം. നമുക്ക് ഇതുവരെ കിട്ടി. ഇനി ഈ ഇക്വേഷൻ നോക്കിയേ, ഇതൊരു n+1 ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് നേരെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം പറയാൻ പറ്റും. ഇനി എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇൻ്റർവെൽ ഐ ഉണ്ടാവുന്നു, അതിൽ 0 കണ്ടെയ്ൻ ചെയ്യുന്നൊക്കെ പറയാൻ പറ്റും. ഇനി നമ്മുടെ യൂണീക്നെസ് തിയറം വെച്ചിട്ട്, എക്സിസ്റ്റൻസ് തിയറം വെച്ചിട്ട് തന്നെ അവിടെ ഒരു സ്മൂത്ത് സൊല്യൂഷൻ x1 x2 എക്സെട്ര xn+1 നമ്മുടെ ഐയിലുണ്ടെന്ന് പറയാൻ പറ്റൂടെ? ഓക്കെ, അങ്ങനെ പറയാം. അതിൽ ഇനി എല്ലാം സ്മൂത്ത് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ
അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് അത് സബ്ജക്റ്റ് ചെയ്യും. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ x1 x2 എക്സെട്ര xn+1 ഉണ്ടാവും. ഇതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ഏതാ? നമ്മൾ ടി എന്ന് നമ്മൾ ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ടി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ഇനീഷ്യൽ പോയിൻ്റ് ഏതായിരിക്കും? 0. അപ്പോൾ x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്ര xn+1 ഓഫ് ടീനെ കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? x1 ഓഫ് 0. x1 ഓഫ് 0 എന്ന് പറയുന്നത് ഒരു യുണീക്ക് പോയിൻ്റ് p1 ആയിരിക്കും. ഇനി x2 ഓഫ് 0 കാണുമ്പോൾ അതൊരു യുണീക്ക് പോയിൻ്റ് p2 ആയിരിക്കും. അങ്ങനെ xn+1 ഓഫ് 0 കാണുമ്പോൾ അതൊരു യുണീക്ക് പോയിൻ്റ് pn+1 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ച്. അങ്ങനെ നമുക്കൊരു യുണീക്ക് പോയിൻ്റുകൾ കിട്ടും. അങ്ങനെ യൂണീക്ക് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കർവ് ഓൺ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഓഫ് 0 = p എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു ജനറൽ പോലെ ആൽഫ ഒരു ഇൻ്റഗ്രൽ കർവ് ആണ്, അതുകൊണ്ട് ആൽഫ ഓഫ് 0 = p എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് യൂണീക്ക്നെസ് തിയറം വെച്ചിട്ട് എന്ത് പറയാം? ബീറ്റ എന്ന് പറയുന്ന ആൽഫയുടെ അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബീറ്റയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫയും ബീറ്റയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിതാ ഈ രണ്ട് കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലുണ്ട്, ഐ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം കാണിക്കണം. എക്സിസ്റ്റൻസ് യൂണീക്ക്നെസ് തിയറം കാണിക്കാൻ നമുക്ക് ആദ്യം പാരാമീറ്ററൈസ്ഡ് കർവ് കാണണം. പാരാമീറ്ററൈസ്ഡ് കർവ് കാണുന്നുണ്ടെങ്കിൽ അതിലുള്ള ഓരോ എക്സൈക്കിളും സ്മൂത്താണെന്ന് കാണിക്കണം. അതിനാദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു സ്മൂത്ത് വെക്ടർ ഫീൽഡിന് നമ്മൾ ഇതിന്ന് കാണുന്നു. അപ്പോൾ ഇതിലുള്ള ഓരോന്നും സ്മൂത്താണെങ്കിൽ ഇതിൽ ഓരോന്നും സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? പാരാമീറ്ററൈസ്ഡ് കർവ് ഡിഫൈൻ ചെയ്യാം. ഈ പാരാമീറ്ററൈസ്ഡ് കർവിൽ നിന്ന് നമുക്ക് ആൽഫ ഡോട്ട് ഓഫ് ടി കാണുന്നു, അതിൽ നിന്ന് ആൽഫ ഓഫ് എക്സ് ഓഫ് ടി കാണുന്നു. ആൽഫ ഓഫ് എക്സ് ഓഫ് ടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു n+1 ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാക്സിമൽ ഓപ്പൺ ഇൻ്റർവൽ ഐ ഉണ്ടെന്ന് കിട്ടും, 0 കണ്ടെയ്ൻ ചെയ്യുന്നത്. എന്നിട്ട് സെറ്റ് ഓഫ് സ്മൂത്ത് സൊല്യൂഷന് ഓരോന്നിനും ഒരു യുണീക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവുമെന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? xi ഓഫ് 0 = pi, അഥവാ x1 ഓഫ് 0 = p1, x2 ഓഫ് 0 = p2, അങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതെന്താണെന്ന് കിട്ടും? ആൽഫ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ കർവ് ഓൺ എക്സ് ആണെന്ന് കിട്ടും. അതിൽ നിന്ന് ആൽഫ ഓഫ് 0 = p ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞു. ഈ കാര്യം നമ്മൾ പറഞ്ഞത് ആൽഫ ഓഫ് 0 = p, ആൽഫ ഡോട്ട് ഓഫ് 0 = v. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണീക്നെസ് വെച്ചിട്ട് അവിടെ ഒരു ബീറ്റ ഉണ്ടെങ്കിൽ ആ ബീറ്റയും ആൽഫയും സെയിം ആണെന്ന് പറയാൻ പറ്റും.